തീർച്ചയായിട്ടും പിണറായി വിജയൻ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് തന്നെ ഇത് വരികയാണ്. ഇപ്പോ CMRL കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ MD ആയിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് പല വിധത്തിലായി 2.25 കോടി രൂപയുടെ പണം നൽകിയിട്ടുണ്ട് എന്നും അത് സോഫ്റ്റ്വെയർ സർവീസുകൾ അതിന് സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് എന്നുമുള്ള വാദം പൊളിഞ്ഞു പാളിച്ചായിട്ട് കുറെ കാലമായി. വീണ വിജയന്റെ കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയറും അവർ വാങ്ങിയിട്ടില്ല, അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ വീണ വിജയന്റെ കമ്പനി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ മാസപ്പടിയായും എക്സാലോജിക്കിന്റെ സർവീസായും അതുപോലെ ലോൺ എന്ന രൂപത്തിലും ഇത്രയധികം പണം എന്തിനാണ് കൊടുത്തത്? ഇത് നമുക്കറിയാം. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ അതുമായി സമർപ്പിച്ച ചില കംപ്ലൈന്റുകൾ അതിന്റെ സെറ്റിൽമെന്റിലാണ്, ഇന്ററിം സെറ്റിൽമെന്റിലാണ് ഈ സംഗതി വന്നിട്ടുള്ളത്. ആ ഇന്ററിം സെറ്റിൽമെന്റിൽ നിന്ന് ഈ വിവരങ്ങൾ എടുത്ത് ED കേസ് അന്വേഷിച്ച് തുടങ്ങിയ കാലം മുതൽ പറഞ്ഞിരുന്നത് വലിയ സോഫ്റ്റ്വെയർ ഒക്കെ കൊടുത്തിരുന്നു എന്നാണ്. അത് പിന്നെ അതൊക്കെ പരിഹാസ്യമായ രൂപത്തിലായി. MS ഓഫീസ് കൊടുത്തു, എക്സൽ കൊടുത്തു, ആക്സസ് കൊടുത്തു, എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ ഇല്ല, ഇപ്പൊ അതൊക്കെ ക്ലിയറായി. മാത്രമല്ല അവരുടെ ഉദ്യോഗസ്ഥരെ മൊഴിയിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടില്ല. അവിടെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നവർ ആരൊക്കെയാണ്? ടാലി പോലെയുള്ള സോഫ്റ്റ്വെയറുകളാണ്, അക്കൗണ്ടിങ്. അപ്പൊ പിന്നെ എന്തിനു പണം കൊടുത്തു? എന്തിനു ലോൺ കൊടുത്തു? ലോൺ കൊടുത്ത കമ്പനി തന്നെ കാണാതായി. കർത്താവിന്റെ സഹോദരിയുടെയോ ഭാര്യയുടെയോ ഒക്കെ ഉള്ള കമ്പനിയാണ് അത് കാണാതായി. കർത്താവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്വകാര്യ മകനും ഭാര്യയൊക്കെ അതിൽ അംഗങ്ങളായിട്ടുള്ള കമ്പനികളാണ്. ഇപ്പോൾ ED ഓരോരുത്തരെയായി ചോദ്യം ചെയ്തപ്പോൾ സാക്ഷാൽ ശശിധരൻ കർത്താവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, ഞാൻ ഈ പണം കൊടുത്തത് എക്സാലോജി കമ്പനിക്ക് വേണ്ടിയല്ല, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിലാണ് വീണ വിജയന് കൊടുത്തത്. മുഖ്യമന്ത്രിയായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് കൊടുത്തത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് അവിഹിതമായി 2.25 കോടി രൂപ കൊടുത്തു എന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ് ശശിധരൻ കർത്താവ്. അത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്, പണം കൈമാറിയതിന് രേഖയുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി പ്രസക്തമാണ്. മുഖ്യമന്ത്രിക്ക് ശശിധരൻ കർത്താവ് പണം കൊടുത്തത് എന്തിന്? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനാണോ? മാത്രമല്ല AKG സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണിത് കൂടി ആലോചിക്കുക. AKG സെന്റർ ആണ് ഇവരുടെ അഡ്രസ്, രജിസ്ട്രേഡ് ഓഫീസ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, CPM മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമത്തിൽ വലിയ തോതിലുള്ള കുറ്റം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു എന്ന് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതിനുള്ള വഴികൾ അവർ ആലോചിക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നില്ല. അത് ED കണ്ടെത്തണം. ED കുറച്ചുകൂടി കാര്യം കണ്ടെത്താറുണ്ട്. എന്താ ഈ പണം വീണ വിജയൻ എന്താണ് ചെയ്തത്? വീണ വിജയൻ ബ്ലാ 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 എന്നല്ലാതെ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. വസ്തുനിഷ്ഠമായി ഒരു ചോദ്യത്തിനും വീണ വിജയൻ മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പണം എങ്ങനെ പോയി എന്നും എവിടേക്ക് പോയി എന്നും കണ്ടെത്തേണ്ട അന്വേഷണം ED നടത്തണം. അങ്ങനെ ED നടത്തുമ്പോൾ ആ പണം പിണറായി വിജയനിലേക്ക് എത്തിയോ, വ്യക്തിപരമായി എത്തിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും കാര്യത്തിന് എത്തിയോ, അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയോ, ഇനിയല്ല അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്തിയോ? ഈ ചോദ്യവും കൂടി പ്രസക്തമാണ്. പിണറായി വിജയൻ ഒരു പാർട്ടി നേതാവാണ്. പാർട്ടി നേതാവ് എന്നല്ലേ അദ്ദേഹത്തിന് സംഭാവന വാങ്ങാം. അതിലും അദ്ദേഹത്തിന്റെ പേരുണ്ട്, BV എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പല പാർട്ടി നേതാക്കന്മാരും വാങ്ങിയിട്ടുണ്ട്. അവര് തള്ളിക്കളഞ്ഞിട്ടുമില്ല. പാർട്ടിക്കാർ പണം വാങ്ങും, അതിന്റെ റെസീറ്റ് കൊടുക്കും, അത് പാർട്ടി അക്കൗണ്ടിൽ കാണിച്ചാൽ മതി, അത്രേ വേണ്ടു. ഇലക്ഷൻ കമ്മീഷനെ കാണിക്കേണ്ട കാര്യമാണ്. പിണറായി വിജയന് കൊടുത്ത പണം CPM എന്ന പാർട്ടിക്കാണ് കൊടുത്തതെങ്കിൽ അത് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം, ഈ പണം വന്നു എന്ന് കാണിച്ചിരിക്കണം. അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടും. കാരണം പാർട്ടിക്ക് സംഭാവന കൊടുക്കണം. പക്ഷെ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന പണം ഇങ്ങനെ കൊടുക്കുന്നത് ഒരു അഴിമതി. ഒരു കമ്പനിയുടെ പേര് വെച്ച് ഒരു ഷെൽ പോലെ ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു കള്ള കമ്പനി ഉണ്ടാക്കി, അതിലൂടെ പണം ഒഴുക്കുക എന്ന രീതി മോശപ്പെട്ട ഒരു രീതിയാണ്. ആ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നൊരു ചോദ്യം കൂടി വരും. അങ്ങനെ പണം കിട്ടിയ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സൗജന്യങ്ങൾ കർത്താവിന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ?
ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് അഴിമതിയുടെ രണ്ടാമത്തെ മുഖമാണ്. ഞാനൊരു അധികാരത്തിലിരിക്കുന്ന ആളാണ്, ഞാൻ പണം വാങ്ങി എന്നുണ്ടെങ്കിൽ തന്നെ അത് അഴിമതിയാണ്. ഞാനത് എന്തിനു വാങ്ങി എന്നറിയുമ്പോൾ അതിന്റെ അഴിമതിയുടെ വ്യാപ്തി കൃത്യമാണ്. ഇനിയിപ്പോ അന്വേഷണം എങ്ങനെ പോകും എന്ന ചോദ്യമുണ്ട്. പതിവ് രീതിയിൽ ED ആളുകളോട് ചോദ്യം ചോദിക്കുകയും ED കുറെ കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതാവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ കേസുകളിൽ ED കസ്റ്റംസ് ഒക്കെ ഇപ്പൊ എവിടെ പോയി എന്നറിയില്ല, CBI എന്താ സംഭവിച്ചതെന്നറിയില്ല, എവിടെയോ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ലാവലിംഗ് കേസ് എത്രയോ കാലമായി നിൽക്കുന്നു, ഹാങ് ചെയ്ത് നിൽക്കുന്നു, ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ ഇത് നീണ്ടുപോകുമോ? നീട്ടുന്നത് കൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസും മറ്റും ആരോപിക്കുന്നത് പോലെ പിണറായി വിജയനും BJP സർക്കാരും തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന് പറയുന്നത് തെളിയിക്കുന്നതാവും. ഇത്രയും വലിയൊരു തെളിവ് വന്നിട്ട് പിണറായി വിജയനെതിരെ ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ പിന്നെന്താണ് EDയുടെ ജോലി? EDക്ക് അങ്ങനെ ചില ജോലികളുണ്ട്. EDയുടെ ജോലി കള്ളപ്പണം കണ്ടെത്തലൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ED എടുത്ത് 90% കേസുകളും രാഷ്ട്രീയമായി എതിരാളികളെ മിണ്ടാതാക്കാനോ തങ്ങളുടെ പക്ഷത്തേക്കാക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനെയാണ് ആളുകൾ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്നത്. PMLA പോലെയുള്ള ആക്ട് എടുത്തിട്ട് അതൊക്കെ വെച്ച് ആളുകളെ വിരട്ടും. അത് സ്വന്തം പാർട്ടിയിലേക്ക് വന്നാൽ വാഷിംഗ് മെഷീനിലിട്ട് അവരെ നല്ലവരാക്കും. ഇനി പാർട്ടി വരാതെ തന്നെ പിണറായി വിജയനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിണറായി വിജയനാണ് ഈ പണം വാങ്ങിയതെങ്കിൽ, പിണറായി വിജയൻ വാങ്ങി പിണറായി വിജയന് വേണ്ടി കൊടുത്തു എന്നാണെങ്കിൽ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പൊ വീണ വിജയന്റെ സ്വത്ത് കണ്ടു കിട്ടുമ്പോൾ, സ്വത്തിന്റെ വഴികൾ അന്വേഷിക്കുമ്പോൾ അവർ ഈ കിട്ടിയ 2.25 കോടി രൂപ കൊടുത്തിട്ടുള്ളത് ആർക്ക് എന്ന് കണ്ടെത്തിയാൽ അത് വലിയ തോതിലുള്ള ചോദ്യങ്ങൾ പാർട്ടിക്ക് നേരെ വരും. ഇപ്പോഴും പാർട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ കീഴിൽ കിടക്കുന്ന ഒരാളാണ്. പാർട്ടി സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കയ്യിലുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് പിണറായി വിജയനെതിരായ ഒരു തീരുമാനം ബോൾഡായി പാർട്ടി എടുക്കുമോ? അല്ല, പിണറായി വിജയനെ തന്നെ വെച്ച് മുമ്പോട്ട് പോകാനും വരുന്നേടത്ത് വരട്ടെ എന്ന് കാണാനും വരുമോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിക്കാരും ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്താലും അടിപിടിക്കാനായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ, 25 പേരെ പിടിച്ചതിൽ 23 പേര് ഇപ്പോഴും കിടപ്പാ ജയിലില്. മനുഷ്യരാ. വീണ വിജയനെ ആക്രമിച്ച കേസിൽ, വീണ വിജയന്റെ റെയ്ഡ് ചെയ്ത ED ആക്രമിച്ച കേസിൽ എന്താ സംഭവിച്ചത്? അവരൊക്കെ ജയിലിലായി. 1-2 പേർക്ക് ചെറിയ ജാമ്യം കിട്ടി. അതുകൊണ്ട് പാർട്ടിക്കാരിനി, സാധാരണ മനുഷ്യരിനി ഇപ്പൊ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലും ഒന്നും ചെയ്യാൻ പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതാണ് പാർട്ടിക്ക് ഇപ്പം നല്ലത്. അങ്ങനെ ഒഴിവാക്കാൻ ഒരു വഴിയാവും. അല്ലെങ്കിൽ പാർട്ടി ഒരു അരുക്കാവും. കാരണം AKG സെന്റർ പേര് വെച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനി പണം വാങ്ങി എന്നും അത് കൊടുത്തത് പിണറായി വിജയനെ ഉള്ള ബന്ധം കൊണ്ടാണെന്നും പറയുന്ന കർത്താവിന്റെ മൊഴി സ്വീകരിക്കേണ്ടി വരും കോടതിയിൽ.